ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലും യു.എസും ആക്രമണം നടത്തിയത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ തകർന്നെന്നും തിരിച്ചും റിപ്പോർട്ടുകൾ വന്നു. ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ആക്രമണത്തിൽ സംഭവിച്ചുള്ളൂ എന്ന റിപ്പോർട്ടുകൾ പിന്നീട് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോഴിതാ ഇറാന്റെ ആണവശേഷി യു.എസ് നശിപ്പിച്ചുവെന്ന അവകാശവാദവുമായി പ്രസിഡന്റ് ട്രംപ് എത്തി. എന്നാൽ ട്രംപിൻ്റെ ഈ അവകാശവാദം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ജൂണിലെ യുദ്ധത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ 5 റൗണ്ട് പരോക്ഷ ആണവ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. ഈ ചർച്ചകളിലൊന്നും സമവായം ഉണ്ടാക്കാൻ സാധിച്ചില്ല. വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ട്രംപിൻ്റെ വാഗ്ദാനം നിരസിച്ചിരിക്കുകയാണ് ഖമേനി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തെന്ന ട്രംപിൻ്റെ അവകാശവാദം വെറും സ്വപ്നം മാത്രമാണെന്നാണ് ഖമേനി പറയുന്നത്. ഖമേനിയുടെ വാക്കുകൾ ഇങ്ങനെ: ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തെന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് അഭിമാനത്തോടെ പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സ്വപ്നം കാണുന്നത് തുടരൂ എന്ന് മാത്രമാണ്. ഒരു ഡീൽ മേക്കറാണെന്നാണ് ട്രംപ് സ്വയം പറയുന്നത്. കരാറിൻ്റെ ഫലം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ അത് കരാറല്ല, വെറും അടിച്ചേൽപ്പിക്കലും ഭീഷണിയും മാത്രമാണ്, ഖമേനി പറഞ്ഞു. ഇറാന്റെ ആണവ വ്യവസായം എന്താകണമെന്നും അത് എങ്ങനെയാകണമെന്നും ഇറാൻ തീരുമാനിക്കുമെന്നും ഖമേനി പറഞ്ഞു. അത് എങ്ങനെയാവണമെന്ന് പറയാൻ ട്രംപിന് എന്ത് അവകാശമാണെന്നും ഖമേനി ചോദിച്ചു. ഒരേ സമയം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പ്രാദേശിക സമയം പുലർച്ചെ 3:30ഓടെയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേലിൻ്റെ സൈനിക നടപടിയുണ്ടായത്. ഇറാന്റെ നദാൻസ് ആണവ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാന ആക്രമണം. ആണവായുധമെന്ന ലക്ഷ്യത്തിലേക്കായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ് നദാൻസിലേത്. മരുഭൂമിയിൽ ഭൂമിക്കടിയിൽ 3 നിലകളിലായി ഏകദേശം 1,00,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് നദാൻസ് ആണവ കേന്ദ്രം. ഇറാനിൽ നിലവിൽ 15 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഈ കേന്ദ്രം തകർന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ പതിറ്റാണ്ടുകളായി നൽകിയിരുന്ന മുന്നറിയിപ്പുകൾക്കൊടുവിലാണ് ഇസ്രായേൽ അപ്രതീക്ഷിതമായി ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 200 യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തതായാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചത്. 100ഓളം കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളും അടക്കം 330 ആയുധങ്ങൾ പ്രയോഗിച്ചതായും അവർ അവകാശപ്പെട്ടു. ഇറാന്റെ ആണവ പദ്ധതിയുടെ ശില്പിയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ തലവനുമായ ജനറൽ ഹൊസൈൻ സലാമി, സംയുക്ത സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഹാരി, മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ഷംഖാനി എന്നിവരും ആണവോർജ ഏജൻസിയുടെ മുൻ തലവൻ മുഹമ്മദ് മഹ്ദി അടക്കമുള്ള 6ഓളം ആണവ ശാസ്ത്രജ്ഞരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നു. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ടെലവിവിലേക്ക് 100ലേറെ ഡ്രോണുകൾ ഇറാൻ തൊടുത്തുവിടുകയും ചെയ്തു. ഒരിക്കൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു. ഇസ്രായേലി ദേശീയ വിമാന കമ്പനിയായ എൽ ടെലവിവിനും ടെഹ്റാനുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ നടത്തിയിരുന്നു. 1970കളുടെ അവസാനത്തിൽ നയതന്ത്ര ബന്ധം വഷളാകുന്നതിന് മുമ്പ് ഇസ്രായേലിന് ടെഹ്റാനിൽ ഒരു സ്ഥിരം പ്രതിനിധി സംഘവും ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ വിപുലമായ സൈനിക സുരക്ഷാ സഹകരണം ഉണ്ടായിരുന്നു. എന്നാൽ മേഖലയിലെ അറബ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ഇത് രഹസ്യമായി സൂക്ഷിച്ചു. 1970കളുടെ മധ്യത്തോടെ ആണവോർജ്ജം വികസിപ്പിക്കാൻ ഇറാനിലെ അന്നത്തെ ഷാ ഭരണകൂടം തീരുമാനിച്ചു. സിവിലിയൻ ആവശ്യങ്ങൾക്കായെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നുവെങ്കിലും ഇസ്രായേലിന് ഇതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ഭരണകൂടം ഇസ്രായേലിന് അനുകൂലമായിരുന്നുവെങ്കിലും ഇറാനിയൻ ജനത പൊതുവിൽ പലസ്തീനികളോട് അനുഭാവമുള്ളവരായിരുന്നു. അവർ പലസ്തീനികൾക്ക് സംഭാവന നൽകി. 1970ഓടെ അത്തരം ധനസഹായ ശ്രമങ്ങൾ തടയാൻ ഇറാനിയൻ സർക്കാർ ശ്രമിച്ചു. പിന്നീടാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്.